വന്യരായ വൈദികരെ, സന്യാസിനിമാരെ, സഹൃദയരെ, കുടുംബ ബന്ധങ്ങളുടെ നിലനിൽപ്പ് സ്നേഹത്തിലാണ്. സ്നേഹമില്ലാതായാൽ തകർന്നു വീഴുന്ന ചീട്ടുകൊട്ടാരങ്ങളായി കുടുംബങ്ങൾ മാറും. സമ്പത്ത് ഭൗതിക ജീവിതത്തിൽ അവിഭാജ്യമായ ഘടകമാണെങ്കിലും ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാതാക്കി രക്തബന്ധങ്ങളെ പോലും മുറിച്ച് സ്വയം അന്യരായിത്തീരാൻ കാരണമായി തീരും. നമ്മെ നമ്മളല്ലാതാക്കി മാറ്റാൻ അതിന് കഴിയും. ഇവിടെ സ്നേഹസമ്പത്തിന്റെ വിളനിലമായ ഒരു കുടുംബത്തിൻ്റെ ഉള്ളിലേക്ക് ആ വിപത്ത് കടന്നു വരികയാണ്. നെടുമൺകാവ് മേരി മാതാ നാടക സമിതി ആദ്യമായി അവതരിപ്പിക്കുന്ന നാടകം സാഗരം ശാന്തം. രചന സംവിധാനം സിബി പീറ്റർ, കോട്ടയം. അരങ്ങിലും അണിയറയിലും ശ്രീ മോനച്ചൻ മാവേലിൽ, ശ്രീ തോമസ് പുത്തൻവിളയിൽ, ശ്രീമതി ടോംസി പമ്പേലിമണ്ണിൽ, ശ്രീ ഷിജു മേപ്പുറത്ത്, ശ്രീ ടിനു ചരിവിളയിൽ, ശ്രീമതി ബിൻസി മാവേലിൽ, ശ്രീ ജിജു കുറ്റിയിൽ, ശ്രീ റോബിൻ അരിവണ്ണൂർ, കുമാരി ടീന തോമസ്, ശ്രീ ടിബിൻ തോമസ്, ഐവിൻ ജിജു, ആനി ആവെ മരിയ, ദീന ഡിസൂസ, റയൻ ബിനു, അനുഗ്രഹ ലിജു, സാവിയോ ഷിജു. രംഗപടം സുനു ഏഴംകുളം. ശബ്ദവും വെളിച്ചവും VKS സൗണ്ട്സ് ചന്ദനപ്പള്ളി. വേദിയിലേക്ക് കടന്നു വരുന്ന എല്ലാ വെളിച്ചങ്ങളും ഓഫ് ചെയ്ത് ഈ നാടകത്തോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുഗ്രഹാശസ്സുകളും പ്രാർത്ഥനകളും യാചിച്ചുകൊണ്ട് ഞങ്ങൾ ഈ നാടകം ആരംഭിക്കുന്നു. സംഗീതം, സംവിധാനം സിബി. ഭയമില്ല തരി പോലും ഈ യുദ്ധഭൂമിയിൽ ധീരപോരാട്ടത്തിനിറങ്ങുവാൻ. ഭയമില്ല തരി പോലും ഈ യുദ്ധഭൂമിയിൽ ധീരപോരാട്ടത്തിനിറങ്ങുവാൻ. അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടി നീങ്ങുന്നു വീരയോദ്ധാക്കളി തേരിൽ, വീരയോദ്ധാക്കളി തേരിൽ. അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടി നീങ്ങുന്നു വീരയോദ്ധാക്കളി തേരിൽ, വീരയോദ്ധാക്കളി തേരിൽ. ഭയമില്ല തരി പോലും ഈ യുദ്ധഭൂമിയിൽ ധീരപോരാട്ടത്തിനിറങ്ങുവാൻ. അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടി നീങ്ങുന്നു വീരയോദ്ധാക്കളി തേരിൽ, വീരയോദ്ധാക്കളി തേരിൽ. അധർമ്മത്തിനെതിരെ വിരൽ ചൂണ്ടി നീങ്ങുന്നു വീരയോദ്ധാക്കളി തേരിൽ, വീരയോദ്ധാക്കളി തേരിൽ. ഭയമില്ല തരി പോലും ഈ യുദ്ധഭൂമിയിൽ ധീരപോരാട്ടത്തിനിറങ്ങുവാൻ. സൈക്കിൾ വന്നു, ബെല്ലടിച്ചു, ഞാൻ പറഞ്ഞു മാറി നിൽക്കാൻ, എന്റെ പേരിൽ കുറ്റമില്ല. ബ്ലാം ബ്ലീം ബ്ലൂസ്. അപ്പൂപ്പനായി തൊടാൻ വരണം. വരാം മക്കളെ, വരാം വരാം. അപ്പൂപ്പ ഇവിടെ വാ, ഇവിടെ വാ അപ്പൂപ്പ. അപ്പൂപ്പ ഇവിടെ വാ, ഇവിടെ വാ. അപ്പൂപ്പ ഇവിടെ വാ, ഇവിടെ വാ. അയ്യോ, അപ്പൂപ്പ വീണു. അപ്പൂപ്പ എഴുന്നേൽക്ക്. ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. കൊള്ളാം. വയസ്സാം കാലത്ത് കളിക്കാൻ പറ്റിയ കളി. എടാ കുഞ്ഞാപ്പുവേ, അപ്പൂപ്പന് വല്ലതും പറ്റിയോടാ? ഇല്ല വല്യപ്പച്ച. തോമാച്ചനോ? കുഞ്ഞാപ്പൂന് കണ്ണുകെട്ടിക്കളി വളരെ ഇഷ്ടമാണ്. അതിനറിയാമല്ലോ.
ആ അത് ശരി. എടാ കുഞ്ഞാപ്പുവേ, കുറച്ചുകൂടെ കഴിഞ്ഞ കണ്ണ് കെട്ടാതെ തന്നെ അപ്പൂപ്പനുമായിട്ട് ഈ കളി കളിക്കാം. എന്റെ കുമാര, നിങ്ങളല്ലാതെ ആരെങ്കിലും ഈ പ്രായത്തില് ഈ കുട്ടികളോടൊത്ത് കളിക്കുവോ? എന്റെ മേരിക്കുഞ്ഞെ, തോമാത്തിനെ പോലെ ആഴ്ച തോറും ചെക്കപ്പിന് പോകാനുള്ള വരുമാനമൊന്നും എനിക്കില്ല. എന്റെ മരുന്നും മന്ത്രമൊക്കെ ഈ നിൽക്കുന്ന എന്റെ മക്കളാ. എടാ മക്കളെ, നിങ്ങൾ അപ്പുറത്തോട്ടെങ്ങാനും പോയി കളിക്ക്. അപ്പൂപ്പൻ ഇപ്പൊ വന്നേക്കാം. ശരി അപ്പൂപ്പ. തന്റെ പറച്ചിൽ കേട്ടാ എനിക്കെന്തോ മാറാവ്യാധി പിടിപെട്ട പോലാണല്ലോ. എടോ, ഇവളൊരാള് നിർബന്ധിക്കുന്നതുകൊണ്ടാ ഈ ആഴ്ചയിൽ ചെക്കപ്പിന് പോകുന്നത്, അല്ലാതെ എനിക്ക് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല. അത് നിങ്ങൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. ഞാൻ എപ്പോ നോക്കിയാലും മേരിക്കുഞ്ഞ് ഒരു കെട്ട് ഗുളികയുമായി തോമാറ്റന്റെ പുറയുണ്ട്. അതെനിക്കറിയാം. എന്തോന്ന് ഗുളിക? ഉറക്കം വരാനും ക്ഷീണം മാറാനും കുറച്ച് ഗുളിക, ബാക്കിയുള്ളതൊക്കെ ഡോക്ടർ പുറത്തോട്ട് എഴുതും. അത് പിന്നെ തോമാറ്റന്റെ പുറം കണ്ടാൽ ആർക്കും ഒന്ന് എഴുതാൻ തോന്നും. വെള്ളയടിച്ച ഭിത്തി പോലെ പരന്ന് കിടക്കുമല്ലേ പുറം. തോമാച്ച, പഞ്ചായത്ത് ഇലക്ഷനാ വരുന്നേ. പാർട്ടിക്കാർ കണ്ടാൽ പോസ്റ്റ്. എടി മേരിക്കുഞ്ഞെ, ഈ തമാശ ഒന്ന് ഓർത്തു വെച്ചു. നമുക്ക് രാത്രി പറഞ്ഞു ചിരിക്കാം. ഒന്ന് പോടും അവിടുന്ന്. എന്താ ഞങ്ങൾ പാർട്ടിക്കാരെ കുറിച്ചൊരു പരാമർശം? ബുക്ക് ചെയ്യാതെ ഞങ്ങൾ ഒരിടത്തും പോസ്റ്റ് ഒട്ടിക്കാറില്ല. എന്നാ പിന്നെ തോമാച്ച അങ്ങോട്ട് മാറിയിരുന്നു. അവൻ എപ്പോഴാ ബുക്ക് ചെയ്യുന്നത് വേണ്ടത്? ഇന്ന് എന്തിന്റെ പിരിവാളാ ചോദിച്ചാ? ഇത് പിരിവല്ല തോമാച്ചയ, പിരിവ് വരുന്നതേ ഉള്ളൂ. ഇതിപ്പോ ലിസ്റ്റിൽ പേര് ചേർക്കല. തോമാച്ചൻ ഇത് ഇവിടെ പോയിട്ട് വരിക. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാടാ. ഇതൊക്കെയായാലും തോമാച്ച, നിങ്ങൾ ഈ ആഴ്ച തോറും ചെക്കപ്പിന് പോയി ഒരുപാട് കാശ് കളയുന്നുണ്ടല്ലോ. അല്ല, വരുമാനമുള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. എടോ, അതിന് ഞാൻ സർക്കാർ ആശുപത്രിയിലല്ലേ പോകുന്നത്. എടോ, തനിക്കറിയാമോ, ദൈവം കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ പേരിൽ ഉത്തരവാദിത്തം സർക്കാരിനാ. മറ്റുള്ളവർക്കെല്ലാം നമ്മളുടെ പോക്കറ്റ് കാലിയാക്കണമെന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. എന്തായാലും അവിടെ പോകുന്നതുകൊണ്ട് വടിയെങ്കിലും കുത്തി നടക്കാം. മറിച്ചായിരുന്നെങ്കിലോ വടിയായനെ. അതൊക്കെ തോമാച്ചാനെപ്പോ ഉള്ളവർക്കറിയാം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കുമാരൻ ചേട്ടാ, മകന്റെ പേര് ലിസ്റ്റിലില്ല. നിനക്കൊക്കെ പിന്നെ എന്താടാ പണി? അപ്പൂപ്പ, ഞാൻ വർത്തി കയറിക്കോട്ടെ? വേണ്ട 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 തോമാച്ച, എന്നാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആ കുട്ടികൾ എന്തേലും കുസൃതി ഒപ്പിക്കും. എടി മേരിക്കുഞ്ഞേ, ഈ കുമാരൻ ആളൊരു ഭാഗ്യവാനാ കേട്ടോ. ഈ കുട്ടികളുമൊത്തുള്ള കളിയും ചിരിയും ഒക്കെ അല്ലേ ജീവിതം. നമ്മൾ എത്രയെത്രയോ ചാനലുകൾ മാറി മാറി കാണുന്നു. ഈ ഒരു സന്തോഷം നമ്മളുടെ ജീവിതത്തിലുണ്ടോ? ഞാൻ ഓർക്കുകയായിരുന്നു നമ്മുടെ ബെല്ലീസിന്റെ കുട്ടിക്കാലം. മേലെ വീട്ടിയാലും കളിക്കില്ല. കുളിക്കാൻ വിളിച്ചാലോ എന്നെ ആ മരങ്ങളുടെ ഇടയിലൂടെ ഇട്ട് ഓടിക്കും. മേരിക്കുഞ്ഞേ, നീ ആ കൊങ്ങിണിപ്പൂക്കൾ കണ്ടോ? ബെന്നിച്ചിന് ഏറെ ഇഷ്ടമായിരുന്നു കൊങ്ങിണിപ്പൂക്കൾ. വാശി പിടിച്ച് കരയുന്ന ബെന്നിച്ചിനെയും തോന്നിലേക്ക് ഞാൻ എത്രയോ തവണ അതിനു ചുറ്റും നടന്നിരിക്കുന്നു. ഇന്നും വിടർന്ന് ചിരിതോന്നി കൊങ്ങിണിപ്പൂക്കളെ കാണുന്നു ഞാൻ അവന്റെ മുഖവും. പൂത്തുമ്പി പൊന്നോമൽ തുമ്പി എന്നോമൽ കുഞ്ഞിന്റെ ചങ്ങാതിത്തുമ്പി പൂവായ പൂകളിൽ പൂമ്പാറ്റകളോടൊത്ത് പാടിപ്പാടി പാറി നടക്കുമ്പോൾ ആ മലരിൻ മധുരം പകരും പൂത്തുമ്പി ഈ കുരുന്നിൻ മടിയിൽ മയങ്ങൂ ചങ്ങാതി. പൊന്നോണപ്പൂത്തുമ്പി പൊന്നോമൽ തുമ്പി എന്നോമൽ കുഞ്ഞിന്റെ ചങ്ങാതിത്തുമ്പി പൂവായ പൂകളിൽ പൂമ്പാറ്റകളോടൊത്ത് ആടിപ്പാടി പാറി നടക്കുമ്പോ ആ മലരിൻ മധുരം പകരും പൂത്തുമ്പി ഈ കുരുന്നിൻ മടിയിൽ മയങ്ങൂ ചങ്ങാതി. എന്താ തോമാച്ചാ വയസ്സാം കാലത്തൊരു കിനാവ് കാണൽ? ആ
അച്ഛനോ? ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ആ കുമാരന്റെയും കുട്ടികളുടെയും കളിയും ചിരിയെ കണ്ടപ്പോ ഞങ്ങളുടെ ബെന്നിച്ചന്റെ കാര്യം ഓർത്തങ്ങ് നിന്നുപോയി. ബെന്നിച്ചൻ അങ്ങ് അമേരിക്കയിലല്ലേ? അതെ അച്ചോ. അവനൊരു കുട്ടിയുണ്ടെന്നോ മറ്റോ പറഞ്ഞിരുന്നച്ചോ, ചിന്നുമോൾ. ഇപ്പോ 11 വയസ്സായി. അപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഇടവകയിലേക്കുള്ള എന്റെ മടങ്ങിവരവ്. അവൻ അടുത്തെങ്ങാനും വന്നിരുന്നോ തോമാച്ച? ഇല്ലച്ചോ, 11 വർഷമായി മകന്റെ കുഞ്ഞിനെ കാണാതെ കഴിയുക എന്ന് വെച്ചാ അതൊരു ദുഃഖമല്ലേ അച്ചു? അതൊക്കെ മാറും തോമാച്ച. എന്തെങ്കിലുമൊക്കെ തടസ്സം കാണും. എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികൾ മാതാപിതാക്കന്മാരോട് തുറന്നു പറയാറില്ല. പിന്നെ പെട്ടെന്ന് വരാവുന്ന ദൂരത്തല്ലല്ലോ അവൻ. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ അവൻ അടുത്ത ആഴ്ച വരുമെന്നാ അച്ചോ പറഞ്ഞത്. ആഹാ, എന്നിട്ടാണോ വിഷമം? എന്നാ അതൊന്ന് ആഘോഷിക്കണ്ടേ തോമാച്ച? അവൻ ആദ്യം ഒന്ന് വരട്ടച്ചോ, എന്നിട്ടാകാം ആഘോഷം. എന്നാ തോമാച്ച ഞാൻ ഇറങ്ങട്ടെ. നമ്മുടെ പഴയ ചെങ്ങാതിമാരെയൊക്കെ ഒന്ന് കാണണം. അയ്യോ അച്ചോ, അച്ഛന് കുടിക്കാൻ എന്തെങ്കിലും? ഞാൻ ഒരു കുടിയനൊന്നുമല്ല മേരിക്കുഞ്ഞെ. ആ മാതിരിയുള്ള കുടിയൊന്നും ഇവിടെ ഇല്ല അച്ചോ. ഓഹോഹോഹോ, അപ്പോ തോമാച്ചൻ ദൈവത്തിന്റെ സ്വന്തം കുഞ്ഞാടാ. എടോ കുഞ്ഞാടേ, തന്നെ പോലെയുള്ളവനൊക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ ഈ ഭക്തസംഘടനയുടെ ഒക്കെ തലപ്പത്ത് ചേഴ്സ് പറയുന്നമാര് വന്നത്? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അച്ചോ? കുടിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. മേരിക്കുഞ്ഞെ, പള്ളിയായിട്ട് അടുത്ത് നിൽക്കുമ്പോൾ ചില കൺട്രോളൊക്കെ വേണം. ഇതിപ്പോ സന്തോഷം വന്നാലും കൂടി സങ്കടം വന്നാലും കൂടി രണ്ടുമില്ലെങ്കിൽ ബോറടി മാറ്റാൻ കൂടി. അപ്പൊ തോമാച്ച ഞാൻ അങ്ങോട്ട് ഇറങ്ങുക. അച്ചു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നാ പറയടോ. നമ്മുടെ മാത്തുക്കുട്ടിയെ കൈക്കാരനായിട്ട് തിരിച്ചെടുക്കണം. കൈക്കാരനായിട്ട് തിരിച്ചെടുക്കാം, പക്ഷെ അവന്റെ കയ്യിലിരിപ്പ് എങ്ങനാ? കേട്ടതുപോലൊന്നുമില്ല അച്ചു. അച്ഛനറിയാം, ആ മരിച്ചുപോയ വറീദിന്റെ മോനാ. ഓ, അത് ശരി. അവനോട് എന്നെ വന്നൊന്ന് കാണാൻ പറ. നമ്മുടെ സ്നേഹാലയത്തിന്റെ നടത്തിപ്പിന് ഒരാളെ കൂടെ നോക്കിയിരിക്കുകയായിരുന്നു. എന്താ? അങ്ങനെ ആകട്ടെ ചോ. എന്നാ തോമാച്ച ഞാൻ അങ്ങ് ഇറങ്ങുക. പിന്നെ നമ്മുടെ സ്നേഹാലയത്തിന് താൻ നല്ലൊരു ഫണ്ട് തരണം. ബെന്നിച്ചനോടും കൂടി പറഞ്ഞേക്ക്. അങ്ങനെ ആകട്ടെ ചോ. എന്നാ മേരിക്കുഞ്ഞെ, തോമാച്ച. തോമാച്ചായ, ബെന്നിക്കുഞ്ഞിന്ന് വരുമെന്നല്ലേ പറഞ്ഞത്? ഇന്ന് വരും. കൊച്ചിയിലെന്തോ മീറ്റിങ്ങോ മറ്റോ ഉണ്ടെന്നാ പറഞ്ഞത്. അതൊക്കെ കൂടി നാളെ ഇങ്ങി വരൂ. ആ, നിന്നോടൊരു കാര്യം പറയാൻ വിട്ടു. നിന്നെ കൈക്കാരനാക്കി തിരിച്ചെടുക്കാനാണ് അച്ഛന്റെ തീരുമാനം. ആണോ? പുതിയ അച്ഛനാണോ? വളരെ പഴയ അച്ഛനാ, നിനക്കറിയാം. ഫാദർ ജോർജ് പാറയിൽ. അയ്യോ, പാറയിലച്ഛനാണോ? എന്നാ ചിലതൊക്കെ ഇവിടെ നടക്കും. പള്ളിയിലെ ഗ്രൂപ്പ് കളിക്കാരുടെ കാര്യം പോക്കാം. ആ, നീ വൈകാതെ അച്ഛനെ ചെന്നൊന്ന് കാണണം. ശരി തോമാച്ചായ. ദേ നോയിക്കേ, ഞാൻ നമ്മുടെ ചിന്നുമോക്ക് കുറച്ച് ഉടുപ്പ് മേടിച്ചു. പിന്നെ എന്താ ഒരു പിന്നെ? നമ്മുടെ കുഞ്ഞാപ്പൂനും 1-2 മേടിച്ചു. അത് നന്നായി. അവനിവിടുത്തെ കുഞ്ഞല്ലേ. കുമാരൻ എന്താ നമുക്ക് അന്യനാണോ? പറഞ്ഞ പോലെ കുമാരനെ ഇങ്ങോട്ട് കണ്ടില്ലല്ലോ. കുമാരൻ ചേട്ടൻ ആ ഓട്ടോക്കാരനെ കാശ് കൊടുത്തിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഹാ, ഇതെന്താടാ ജോണിച്ചാ? ഇത് ഇവിടത്തേക്കുള്ള പച്ചക്കറിയാ. ടൗണിൽ വെച്ച് കുമാരൻ ചേട്ടൻ കണ്ടപ്പം ഞാനും കൂടെ ഇങ്ങ് പോന്നു. ഒരു സഹായം ആകട്ടെ എന്ന് കരുതി. ഓട്ടോയിൽ ഫ്രീ ആയി കയറി ഒരു സഹായം അല്ലേ? ഇട നിനക്ക് ഈ പാർട്ടി പ്രവർത്തനമൊക്കെ ഒന്ന് കുറച്ച് പള്ളിയായിട്ട് സഹകരിച്ചാൽ എന്താ? നീ പള്ളിക്കും പട്ടക്കാർക്കും എതിരാണെന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. എന്റെ തോമാച്ചായ, പള്ളിക്കും പട്ടക്കാർക്കും ഒക്കെ എതിര് നിൽക്കുന്നത് പുറത്ത് നിൽക്കുന്നത് ഞാനല്ല. അതിനൊക്കെയല്ലേ പള്ളിക്ക് കമ്മിറ്റിക്കാരുള്ളത്. അത് നേരാ. കഴിഞ്ഞ വികാരിച്ചൻ ഇവിടുന്ന് ഓടിച്ചത് കമ്മിറ്റിക്കാരാ. അതൊക്കെയാ തോമാച്ചായ ഒരു ത്രില്ല്. അല്ലാതെ ചുമ്മാ കമ്മിറ്റിക്കാരാന്ന് പറഞ്ഞിരുന്നിട്ട് എന്നാ പറയുമായിരുന്നു? എന്താ കുമാരാ, ഓട്ടോക്കാരുമായി വല്ല പ്രശ്നമായിരുന്നോ? ഇല്ല.
പെട്രോളിന്റെയും ഡീസലിന്റെയും വില അടിക്കടി കൂടുമല്ലേ? ഓട്ടോക്കാർ അവർ വിഷമം പറയുമായിരുന്നു. ഓട്ടോക്കാർക്ക് മാത്രമാണോ വിഷമം? സമസ്ത മേഖലയിലും വിഷമം നേരിടുകയല്ലേ? ജാതിയും മതവും വെച്ച് രാഷ്ട്രീയം കളിക്കുന്ന ഈ നാട്ടിൽ യഥാർത്ഥ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല. കടുങ്കാപ്പി കിട്ടിയാ കൊള്ളായിരുന്നു. അപ്പോ ഇതാണ് നിന്റെ വിഷമം. എടി മേരിക്കുഞ്ഞേ, ഓ, ഞാൻ കേട്ടു. ഇതൊക്കെയാണെങ്കിലും ജോണിച്ചാ, നമ്മുടെ മാത്തുക്കുട്ടിയെ കൈക്കാരനായിട്ട് തിരിച്ചെടുത്തു. ആഹാ, അത് നന്നായി. കമ്മിറ്റിക്കാർക്ക് പണിയാവുമല്ലോ മാത്തുക്കുട്ടി. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വന്നിരിക്കുന്നതേ പഴയ പാറയിലച്ഛനാ. ആഹാ, പാറലച്ചൻ തിരിച്ചു വന്നു. എന്നാ തോമാച്ച, ഞാനൊന്ന് തിരക്കിയതായിട്ട് പറഞ്ഞേക്കണം. തനിക്ക് കാണാവടൂ, അച്ഛൻ ഇങ്ങോട്ട് വരാമെന്നാ പറഞ്ഞിരിക്കുന്നത്. എല്ലാരും ഈ കടുങ്കാപ്പി അങ്ങ് കുടിച്ചേ. കുറെ നേരം ആയല്ലോ സംസാരം. ബെന്നിച്ചൻ വരുന്നതിന് ഈ കടുങ്കാപ്പി ഒന്നും പോരാ മേരിച്ചേടത്തി. അതൊക്കെ നമുക്ക് ശരിയാക്കാവടാ. തോച്ചായ, ബെന്നിച്ചൻ കുറച്ച് മാസങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ പേര് ചേർക്കാൻ മറക്കണ്ട. അതൊക്കെ അവൻ വരുമ്പോ നീ അങ്ങ് ചേർത്താ മതി. ഇതൊക്കെയാണേലും ജോണിച്ച, നിങ്ങളുടെ പാർട്ടിക്കാരിപ്പോ സ്ഥാനാർത്ഥിയാക്കുന്നത് എതിർ പാർട്ടിക്കാരെയാണല്ലോ, അതെന്നാ? അതൊക്കെ അടവുപരമായ സമീപനാണ് എന്റെ മാത്തുക്കുട്ടി. അപ്പോഴേ ജോണിച്ചാ, നിന്നെയൊക്കെ ഈ പോസ്റ്റർ ഒട്ടിക്കാനും പോസ്റ്റേ കയറാനും നിർത്തിയിരിക്കുന്നത് ഏതുതരം അടവാ? അത് അടവല്ല തോമാച്ച, തടവാ. ജാമ്യമില്ലാത്ത തടവ്. പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ബെന്നിച്ചനും കുടുംബവും തിരികെ വീട്ടിലേക്ക് എത്തി. ആഹ്ലാദത്തിന്റെ നെറുകയിലായിരുന്നു തോമാച്ചനും മേരിക്കുഞ്ഞും. ഇരുളടഞ്ഞ് മൗനം പൂണ്ടുകിടന്ന ആ വീട്ടിൽ പഴയ ചിരിയും സന്തോഷവും മടങ്ങിയെത്തുമോ? അവരുടെ പ്രതീക്ഷകൾക്ക് ചിറകു മുളയ്ക്കുമോ? കാത്തിരിക്കുക. മോളെ ആൻസി, പപ്പയും മമ്മിയൊക്കെ സുഖമായിരിക്കുന്നോ? അവർക്ക് സുഖത്തിനൊന്നും ഒരു കുറവുമില്ല മച്ചി. വല്യമ്മച്ചി, വാ മോളെ, വല്യമ്മച്ചി വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എടി, നീ പോയി വേഷമൊക്കെ മാറ്. അവൾ അമ്മച്ചിയുടെ കൂടെ നിൽക്കട്ടെ ആൻസി. അതിന് ഞാൻ എന്ത് പറഞ്ഞു? കുളിച്ച് വേഷം മാറാൻ പറഞ്ഞത് ഇത്ര കുറ്റമാണോ? മോള് ചെല്ല്, കുളിച്ച് വേഷമൊക്കെ മാറിയിട്ട് വാ. വല്യമ്മച്ചി ഇവിടെ തന്നെ ഉണ്ടല്ലോ. ശരി വല്യമ്മച്ചി. നിക്കുമോളെ, ഈ പുത്തൻ ഉടുപ്പിട്ടോണ്ട് വേണം വരാൻ. വല്യപ്പച്ചൻ മോൾക്ക് വേണ്ടി വാങ്ങിയതാ. എന്തിനാ അപ്പച്ചി ഇതൊക്കെ വാങ്ങിയത്? അവൾക്ക് ആവശ്യത്തിലധികം ഉടുപ്പ് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെടുത്ത് വെച്ചേക്ക്, അയൽപ്പക്കത്തുള്ള വല്ല കുട്ടികൾക്കും കൊടുക്കാം. വേണ്ട, മോൾ ആ ഉടുപ്പ് കൊണ്ടുവയ്ക്കും. എന്നിട്ട് കുളിച്ച് മിടുക്കിയായി അതിട്ടോണ്ട് വാ. മോനെ, അവൾക്കെന്താടാ ഞങ്ങളോടൊരു പിണക്കം പോലെ? നിങ്ങൾ വന്ന വഴിക്ക് തമ്മിൽ വഴക്ക് കൂടിയോ? ഇല്ല പച്ച, യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നല്ലേ, അതിന്റെ ഒരു അസ്വസ്ഥതയാ അവൾക്ക്. എന്റെ തോന്നലാണോ എന്നറിയില്ല. വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, നിന്റെ മുഖത്തൊരു സന്തോഷക്കുറവ് പോലെ. ഏയ്, അങ്ങനൊന്നുമില്ല പച്ച. യാത്ര ചെയ്തതിന്റെ ക്ഷീണം നിനക്കുമുണ്ടോ മോനെ? അതെ അപ്പച്ച, എന്താന്നറിയില്ല, ഒരു വല്ലാത്ത ക്ഷീണം. എന്നാ ഞാനൊന്ന് ഫ്രഷ് ആകട്ടെ അപ്പച്ച. മേരിക്കുഞ്ഞേ, മേരിക്കുഞ്ഞേ. വിളിച്ചോ? ഞാനൊന്ന് പുറത്തേക്ക് പോയിട്ട് വരാം. ഇതെന്താ ഇപ്പോഴൊരു പുറത്തേക്ക് പോകൽ? പള്ളി വരെ ഒന്ന് പോണം. മക്കളെ അപകടം കൂടാതെ ഇവിടെ എത്തിച്ചാൽ മെഴുകുതിരി കത്തിച്ചേക്കാമെന്ന് ഞാൻ നേർന്നിരുന്നു. നല്ല കാര്യം. എന്തെങ്കിലും കഴിച്ചിട്ട് വെക്കൂടെ? വന്നിട്ടാവാം. നീ അവർക്കെന്താന്ന് വെച്ചാൽ കഴിക്കാൻ എടുത്തു കൊടുക്ക്. അവർക്കൊന്നും വേണ്ടാന്ന്. അതെന്താ? അവര് പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നത്. അത് ശരി. അപ്പോ അവർക്ക് വേണ്ടി ഇത്ര നേരം ഒന്നും കഴിക്കാതിരുന്ന നമ്മൾ വിഡ്ഢികളായി. എനിക്കതല്ല സങ്കടം. ഇനി ഇതൊക്കെ ആര് കഴിക്കും? ആർക്കു വേണ്ടിയാ ഉണ്ടാക്കിയത്? ചെയ്തതൊക്കെ വെറുതെ ആയതുപോലെ. ചെയ്തതൊക്കെ വെറുതെയാകാൻ പോകുന്നതേ ഉള്ളൂ മേരിക്കുഞ്ഞെ.
എന്താ മോളെ ഇത്? ഡാഡി പറഞ്ഞിട്ടില്ലേ വർക്ക് ചെയ്യുമ്പോൾ ഡിസ്റ്റർബ് ചെയ്യരുന്ന്? എന്ത് വർക്ക്? എന്ത് വർക്കെന്ന്? ഡാഡിക്ക് എന്റെ ഡാൻസ് കണ്ടാൽ എന്താ? കണ്ടാൽ എന്താന്ന്? ഡാഡിക്ക് സമയമില്ല. എന്നാ ഡാഡിക്ക് സമയം? എപ്പോ ചോദിച്ചാലും ടൈമില്ല. ഇനിയുള്ള വർക്ക് എന്റെ ഡാൻസ് കണ്ടിട്ട് മതി. എന്റെ ഡാൻസ് കണ്ടിട്ട് മതിയെന്ന്. മോള് വിട്ടേ. വിടാനല്ലേ പറഞ്ഞേ? എടി വിടാൻ പറഞ്ഞ കേട്ടില്ലേ? നല്ല തല്ലിയാൻ വെച്ചത്. ആഹാ, ഡാഡിക്ക് എന്റെ ഡാൻസ് കണ്ടാൽ എന്താ? ടൈമില്ലാന്ന് പറഞ്ഞില്ലേ? മമ്മി വരും പറ, അവള് കണ്ടോളും. മമ്മി ഇങ്ങനെ പറഞ്ഞാലോന്ന്? ഒന്ന് പോകുന്നുണ്ട് മമ്മീന്ന്. ഹലോ, എന്റെ പ്രസംഗം എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ എങ്ങനെ അറിയും? ടിവിയിലുണ്ടായിരുന്നോ? ഞാൻ വാട്സാപ്പിൽ അയച്ചിരുന്നു. ഞാൻ കണ്ടില്ല. നിങ്ങൾ പിന്നെ എന്തെടുക്കുകയായിരുന്നു ഇവിടെ? ഞാൻ വിചാരിച്ചു നിങ്ങൾ എന്നെ അഭിനന്ദിക്കുമെന്ന്. എന്തിന്? മലയാളി സമാജത്തിൽ മാനവ സ്നേഹത്തെ കുറിച്ച് പ്രസംഗിച്ചതിന്. മാനവ സ്നേഹത്തെ കുറിച്ചോ? നീയോ? എന്താ ഞാൻ പറഞ്ഞാൽ? മോളെ, നീ പോയി ഡാഡിയുടെ ഫോൺ എടുത്തോട്ട് വാ. ഡാഡി മമ്മിയുടെ പ്രസംഗം കേൾക്കട്ടെ. ഇല്ല, ഞാൻ പോകില്ല. ഡാഡിക്ക് എന്റെ ഡാൻസ് കാണാൻ പോലും സമയമില്ല. പിന്നെ എങ്ങനെ മമ്മിയുടെ പ്രസംഗം കേൾക്കും? മോള് പോയി ഫോൺ കൊണ്ടുവാ. ഡാഡി ആദ്യം മമ്മിയുടെ പ്രസംഗം കേൾക്കട്ടെ, പിന്നെ മോളുടെ ഡാൻസ്. ഇല്ല, ആദ്യം എന്റെ ഡാൻസ് തന്നെ കാണണം. ഹോ, ഈ നാശം പിടിച്ചതിനെ കൊണ്ട് ഞാൻ തോറ്റു. കേറി പോകുന്നുണ്ടകത്ത്. ഇനി എന്നെ ഡാൻസ് എങ്ങനെ കളിക്കാൻ പറഞ്ഞാലുണ്ടല്ലോ, ഓടിക്കും ഞാൻ രണ്ടിനെ. ദേ മോളെ, ഡാഡി നിന്റെ ഡാൻസ് കാണാൻ റെഡി. അപ്പോ എന്റെ പ്രസംഗമോ? ഈ ഡാൻസ് കഴിഞ്ഞിട്ട് കേൾക്കാം. അല്ലെങ്കിൽ അത് കാണാനുള്ള മാനസികാവസ്ഥ എനിക്ക് ഉണ്ടാവില്ല. കൊള്ളാം മോളെ, നന്നായിട്ടുണ്ട്. താങ്ക് യു ഡാഡി. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം എന്തായി? നിന്റെ പ്രസംഗത്തിന്റെ കാര്യമല്ലേ? അത് കേൾക്കാം. ഞാൻ പറഞ്ഞത് അതല്ല. പിന്നെ? നമ്മുടെ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞില്ലേ, അത്. അത് ആലോചിക്കാം. ഒന്നും ആലോചിക്കാനില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അപ്പച്ചനെ അമ്മച്ചേ നമുക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റുമോ? നടക്കുന്ന കാര്യമായി. അതാ പറഞ്ഞത് ആലോചിക്കണമെന്ന്. ഒരു പുതിയ വീട് വാങ്ങിയിട്ട് മതി പഴയ വീടിന്റെ വിൽപ്പന. നിങ്ങൾ എന്തോന്നായി പറയുന്നത്? പുതിയ വീട് വാങ്ങാനോ? ആരാ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത്? അപ്പോൾ പോകുന്നില്ലേ? പിന്നെതിനാ വീട് വിൽക്കുന്നത്? അപ്പച്ചനും അമ്മച്ചിക്കും മറ്റൊരിടമില്ലെന്ന് നിനക്കറിയില്ലേ? അപ്പച്ചനും അമ്മച്ചിയും എന്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ നിൽക്കട്ടെ. അത് വേണ്ട. അവർക്ക് അവിടെ വേണ്ടത്ര സേഫ്റ്റി ഉണ്ടാവില്ല. അതെന്താ അവിടെ ഒരു സേഫ്റ്റിയുടെ പ്രോബ്ലം? എന്റെ പപ്പയും മമ്മിയും അവരെ പിടിച്ച് തിന്നുമോ? ഒരു കുഞ്ഞു വീടാണെങ്കിൽ പോലും അവനവന്റെ വീട്ടിൽ കഴിയുന്നതാ അഭിമാനം. എങ്കിൽ അഭിമാനവും കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. ബിസിനസ് പൊളിഞ്ഞു എന്ന് പറഞ്ഞ് ഇനിയും ക്യാഷ് ചോദിച്ചു വന്നാൽ എന്റെ പപ്പയുടെയും മമ്മിയുടെയും കയ്യിൽ പണം കായ്ക്കുന്ന മരമൊന്നുമില്ല. വേണ്ടടി, വേണ്ട. അല്പം കാശുണ്ടെന്നുള്ള അഹങ്കാരമല്ലേ നിനക്ക്? പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നാൽ കൃഷിപ്പണി ചെയ്തായാലും ജീവിക്കും. ഒരു കയറും കൂടി കരുതിക്കും. കൃഷിക്കാരൊക്കെ ആത്മഹത്യ ചെയ്യുക. വേണ്ടി വന്നാൽ ഞാനും അത് ചെയ്യുമടി. എന്തോന്നായി പറയുന്നത്? ഞാൻ പറയുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ. നിങ്ങളുടെ അപ്പച്ചനെയും അമ്മച്ചയെയും എന്റെ വീട്ടിൽ നിർത്താൻ മടിയാണെങ്കിൽ വേണ്ട, നമുക്ക് മറ്റൊരു വഴി ആലോചിക്കാം. എന്തു വഴി? നമുക്കവരെ വൃദ്ധമന്ദിരത്തിലാക്കാം. ആൻസി, ഇത്ര ഒച്ച വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വലുത് അവരുടെ സേഫ്റ്റി അല്ലേ? വീട്ടിൽ അവരിപ്പോ തനിച്ചല്ലേ? അവിടെ എന്താ സേഫ്റ്റി? വല്ല കള്ളന്മാരോ മറ്റോ വന്നാൽ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റുമോന്ന്. അവിടെയാകുമ്പോ നോക്കാനും ശ്രദ്ധിക്കാനും ആളുണ്ട്. അവധിക്കാലത്ത് നമ്മൾ ചെല്ലുമ്പോൾ വേണമെങ്കിൽ കൂട്ടിക്കൊണ്ട് എന്റെ വീട്ടിൽ പോകാം. പക്ഷേ അപ്പച്ചനെയും അമ്മച്ചയെയും വൃദ്ധമന്ദിരത്തിലാക്കിയെന്നറിഞ്ഞാൽ നാട്ടുകാരെന്തു പറയും? എങ്കിൽ അവരോട് നോക്കാൻ പറ. നിങ്ങൾ അതും ഇതുമൊക്കെ ആലോചിച്ച് തല പുണ്ണാക്കേണ്ട കാര്യമില്ല. നമുക്കത് വിറ്റ് കിട്ടുന്ന കാശുകൊണ്ട് വലിയ രീതിയിൽ ബിസിനസ് മെച്ചപ്പെടുത്താം. എന്നാലും അപ്പച്ചന്റെ മുഖത്ത് നോക്കി ഞാനതെങ്ങനെ പറയും? വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കൊള്ളു. തൽക്കാലം എല്ലാം വിളമ്പാൻ നിൽക്കണ്ട.
നീ വന്നിട്ട് എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. അയ്യോ, അത് പിന്നെ വന്നപ്പോ എനിക്കൊരു വല്ലാത്ത തലവേദനയായിരുന്നു. അതുകൊണ്ടാ അമ്മച്ചി. ഓ ആണല്ലേ, ഞാൻ വിചാരിച്ചു എന്നോടെന്തോ പിണക്കമുണ്ടായിരിക്കുമെന്ന്. പിണക്കമോ? എന്താ അമ്മച്ചി പറയുന്നത്? ഞങ്ങൾ ഇത്രയും നേരം നിങ്ങളെക്കുറിച്ചാ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളെക്കുറിച്ചോ? ഞങ്ങളെക്കുറിച്ച് എന്താ മോളെ ഇത്രമാത്രം പറയാൻ? അത് പിന്നെ അപ്പച്ചന്റെ കുറെ വീരകഥകൾ. അപ്പച്ചൻ നല്ല പ്രായത്തിൽ വലിയ ഹീറോ ആയിരുന്നല്ലോ. ശരിക്കും അങ്ങനെയായിരുന്നു മോളെ. എന്തിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇവൻ അങ്ങനൊന്നും അല്ല കേട്ടോ, ഒരു ധൈര്യവും ഇല്ല. അത് പിന്നെ എനിക്കറിയരുത് അമ്മച്ചി. പിന്നെ മോളെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ ഇവിടെ വന്നേ വല്ലതും കഴിക്കുള്ളൂന്ന്. ഉച്ചയ്ക്ക് വെച്ചതെല്ലാം അതേപടി ഇരിക്കുക. ഞാൻ പറഞ്ഞതാ അമ്മച്ചി ഇവിടെ വന്നിട്ട് കഴിക്കാമെന്ന്. ഇങ്ങേര് കേൾക്കണ്ടേ? അമ്മച്ചി വാ, ഇപ്പൊ ഉള്ളത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. വാ അമ്മച്ചി. ബെന്നിച്ച വന്നിട്ട് പുറത്തേക്കൊന്നും ഇതുവരെ കണ്ടില്ലല്ലോ. സമയമുണ്ടല്ലോ, അതാണ്. ഇതൊക്കെയാണല്ലോ. എന്താ പ്ലാൻ? അപ്പച്ചനും അമ്മച്ചിയും കൂടെ കൊണ്ടുപോകാനാണോ അതോ മോളെ ഇവിടെ നിർത്തിയിട്ട് പോകാനാണോ? ഒന്നും തീരുമാനിച്ചില്ല ജോണിച്ച. എന്തായാലും അപ്പച്ചനും അമ്മച്ചിയും തനിച്ചാക്കി പോവുകയല്ല. ആ അതാ നല്ലത്. പോവുകയാണെങ്കിൽ കുഞ്ഞിനെയെങ്കിലും ഇവിടെ നിർത്തിയാൽ മേരിച്ചേടത്തേക്കും തോമാച്ചാനും അതൊരു സന്തോഷമായിരിക്കും. കൊച്ചിന് പഠിക്കാൻ പറ്റിയ സ്കൂളൊക്കെ ഇവിടെ ഉണ്ട് ബെന്നിച്ച. ഞാൻ കണ്ടിരുന്നു, 1-2 ഒക്കെ നോക്കി വെച്ചിട്ടുണ്ട്. സർക്കാർ സ്കൂളൊക്കെ ഇപ്പൊ പഴയ പോലല്ല ബെന്നിച്ച. കെട്ടിലും മട്ടിലും ഒക്കെ ആകെ മാറി. പിന്നെ ബെന്നിച്ചന് മാനേജ്മെന്റ് സ്കൂളിനോടാണല്ലോ താല്പര്യം. വീട്ടിൽ വന്ന് തട്ടിക്കൊണ്ടു പോകുന്ന സ്കൂളുകൾ വരെ ഉണ്ട്. തട്ടിക്കൊണ്ടു പോകുന്ന സ്കൂളുകളോ? ആ എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ പിള്ളേരെ നമ്മൾ അവിടെ കൊണ്ട് ചേർക്കുകയല്ലേ. ഇപ്പൊ അങ്ങനല്ല ബെന്നിച്ച. പിള്ളേരെ തപ്പി ടീച്ചർമാര് വീട്ടിലേക്ക് വരിക. നമ്മൾ ഫോൺ എടുക്കാനോ മൂത്രം ഒഴിക്കാനോ പോകുന്ന നേരം കൊണ്ട് കൊച്ചിനെ ചേർത്ത് യൂണിഫോം കൈ തരും. തോമാച്ചാ. ആ കുമാരൻ ചേട്ടനോ? ബെന്നിക്കുഞ്ഞെ, പാറലച്ചൻ ഇങ്ങോട്ട് വരുമെന്ന് തോമാച്ചൻ പറഞ്ഞിരുന്നു. ആണോ? ഇതുവരെ വന്നില്ല കുമാരൻ ചേട്ടാ. അപ്പച്ചനൊന്നും പറഞ്ഞില്ല. എന്നാ ബെന്നിച്ച ഞാൻ ഇറങ്ങട്ടെ. പിന്നെ ലിസ്റ്റിൽ ഞാൻ പേര് ചേർത്തിട്ടുണ്ട്. ബെന്നിച്ചന്റെ ഭാര്യയുടെ വോട്ട് ഇത്തവണ നമുക്ക് തന്നെ തന്നേക്കണം. പേര് ചേർത്താനുള്ള കൂലിയാണോടാ വോട്ട്? അല്ല തോമാച്ചായ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. പുണ്യാളന്മാർക്ക് ചോദിക്കാമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ചോദിച്ചാലെന്നാ? എന്താടാ പുണ്യാളന്മാരെ പിടിച്ചൊരു കളി? ആ അച്ഛനോ, ഞാൻ ഇലക്ഷന്റെ കാര്യം പറയാൻ വന്ന അച്ഛാ. ഇലക്ഷന് പുണ്യാളന്മാരുമായിട്ട് എന്താടാ ബന്ധം? രാഷ്ട്രീയത്തിലും ഇപ്പൊ പുണ്യാളന്മാരുണ്ടച്ചോ. എടാ, നല്ലത് ചെയ്താൽ ആരും പുണ്യാളന്മാരാടാ. അത് നീയാണേലും ശരി, ഞാനാണേലും ശരി. അച്ചോ, എന്നെ ഓർമ്മയുണ്ടോ? ഓർക്കാതിരിക്കാൻ എനിക്ക് മറവി രോഗമൊന്നുമില്ല കുമാരാ. മക്കളെയൊക്കെ കെട്ടിച്ചു അല്ലേ? മകന്റെ കല്യാണത്തിന് ഞാൻ വന്നിരുന്നു. ഊവച്ചോ, അവനിപ്പോ 2 മക്കൾ. മൂത്തവൻ കുഞ്ഞാപ്പു, ഇളയവൻ കുട്ടച്ചൻ. അച്ചോ, ജോണിച്ചൻ പൊക്കട്ടേന്ന്. ആ നിക്ക്, ഇവനെ ഒന്ന് കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. എന്നാൽ അച്ചോ, ഇങ്ങനെ വന്ന കാലിൽ നിൽക്കാതെ. വന്ന കാലിലല്ലാതെ നിൽക്കാൻ നീ അമേരിക്കന്ന് വേറെ കാല് കൊണ്ടുവന്നിട്ടുണ്ടോ ബെന്നിച്ച? അച്ഛനിപ്പോഴും പഴയ ആള് തന്നെ. പഴയ ആളൊന്നുമല്ല, പ്രായമായി. നിന്നെയൊക്കെ വേദപാഠ ക്ലാസ്സിൽ തല്ലി പഠിപ്പിച്ചവനാ ഞാൻ. എല്ലാവരും പള്ളിക്കൊപ്പം ഉണ്ട്, ദാ ഇവൻ ഒഴികെ. എന്താടാ മാത്തക്കുട്ടി, ഞാൻ പറഞ്ഞ ശരിയല്ലേ? അങ്ങനെ പറയാൻ പറ്റില്ല അച്ചോ. എങ്ങനെ പറയാൻ? ജോണിച്ചനും പള്ളിയോട് അടുപ്പം ഉണ്ടച്ചോ. അതെ, പള്ളി മുതലേ പോസ്റ്റർ ഒട്ടിക്കാൻ വരുമ്പോ ഉണ്ടാകുന്ന അടുപ്പം. ഇട ഇവൻ കുർബാന കൂടിയിട്ട് എത്ര കാലമായി? കുമ്പസാരിച്ചിട്ടോ? അതെനിക്ക് ഓർമ്മയില്ല. എന്റെ പൊന്നച്ചോ, ഞാൻ അങ്ങോട്ട് വന്നോളാം, കുമ്പസാരിച്ചോളാം. നീ വന്നോ, പക്ഷെ കുമ്പസാരിക്കണ്ട. അല്ലെങ്കിൽ അതിന്റെ പേരിൽ നീ വോട്ട് ചോദിക്കും. നിന്നോട് ആര് പറഞ്ഞടാ വീട്ടുകാരറിയാതെ പോയി പെണ്ണ് കെട്ടാൻ? അച്ചോ, സാഹചര്യം അതായിരുന്നു. ദേ ഈ തോമാച്ചാൻ അറിയാം. ആരും അവളെ സഹായിക്കാനില്ലാതെ വന്നപ്പോ ഞാൻ അവളെ സ്വീകരിച്ചു. അതൊരു ദൈവവേലയല്ലേ അച്ചോ? അത് ദൈവവേലയൊന്നുമല്ല, നിന്റെ വേലയാ. ഈ വേല എന്റെ അടുത്ത് ഇറക്കിയ കോടക്ക് ഞാൻ കുത്തും. അച്ചു, അവൻ നമ്മുടെ ഒരു കുഞ്ഞാടല്ലേ, മാപ്പ് കൊടുത്തേക്ക്. മാപ്പ് ഞാൻ കൊടുത്തതാ, അവൻ അറിഞ്ഞ മട്ട് കാണിച്ചിട്ടില്ല. ഫോൺ എടുത്ത് നോക്കടാ. എന്താടാ അത്? ഇതെന്റെ വീട്ടിലേക്കുള്ള ഗൂഗിൾ മാപ്പാ. എടാ മാത്തുക്കുട്ടി, ഇവൻ ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് എത്ര മാസമായെന്നാടാ നീ പറഞ്ഞത്? 10 മാസം. കേട്ടോ തോമാച്ചാ, 10 മാസം. ഇവൻ വീട്ടിൽ പോയിട്ട് എത്ര മാസമായെന്നറിയോ? എത്ര മാസമായടാ? 3 മാസം. 3 മാസം. ശരിയാണോ കുമാരാ? തന്റെ അയൽവാസിയല്ലേ? കൃത്യമല്ല, ഏതാണ്ട് 4 മാസം ആകാറായി. എങ്ങനുണ്ട്? എടാ,
പാർട്ടിയും പ്രവർത്തനവും ഒക്കെ ഇങ്ങനെ വീടും കൂടും മറന്ന് ചെയ്യുന്നത് നീയൊക്കെ ഉള്ളൂ. നിന്റെയൊക്കെ നേതാക്കന്മാർക്ക് വീട് കഴിഞ്ഞിട്ടേ ഉള്ളൂ നാട്. മനസ്സിലായോ? ഞാൻ വീട് മറന്നിട്ടില്ല ചോ. ഏതാവശ്യത്തിനും ഗൂഗിൾ പേ ചെയ്യാറുണ്ട്. ഗൂഗിൾ പേ അല്ലേ? ഒരു ഭാര്യയ്ക്ക് ഗൂഗിൾ പേ മാത്രം മതിയോടാ മണോണാഞ്ച. ആദ്യം ഭാര്യ എന്തെന്ന് പഠിക്കണം, അത് കഴിഞ്ഞ് കുടുംബം എന്തെന്ന് പഠിക്കണം, അത് കഴിഞ്ഞിട്ടേ മറ്റെന്തിനെ കുറിച്ചും പഠിക്കാവൂ. അല്ലേ തോമാച്ച? ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ഭാര്യ, എന്ത് ഭർത്താവ്. അപ്പോഴേ കഴിക്കാൻ എടുത്തു വെച്ചിട്ട് കുറെ നേരമായി. മതി വർത്തമാനം. എന്നാ തോമാച്ച നിങ്ങൾ കഴിക്ക്, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ആ, ഞാൻ അറിയാൻ പാടില്ല എന്ത് അത്യാവശ്യമുള്ളൂ എനിക്ക്. അത് പിന്നെ കുഞ്ഞാപ്പൂന്റെ പിറന്നാളാ ഇന്ന്. അത് ശരി. എന്നിട്ട് ഈ കാര്യം ഇത്രയും നേരം താൻ മിണ്ടാതിരുന്നെന്താ? വീട്ടിലെന്താ ആഘോഷമാണോ കുമാര? അയ്യോ അല്ലച്ചോ, കുറച്ച് ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് ഞാൻ അവനോട് പറഞ്ഞിരുന്നു. ചോക്ലേറ്റോ? നല്ലൊരു കേക്ക് വാങ്ങി അവന്റെ പിറന്നാൾ നമുക്ക് ഇവിടെ അങ്ങ് ആഘോഷിക്കാൻ വിടൂ. മോനെ ബെനിച്ച, നീ അവനെയും കൂട്ടിക്കൊണ്ടുവാ. ശരി അപ്പച്ച. എന്നാ അച്ഛനും തോമാച്ചാനും പോയി വല്ലോ ഒന്ന് കഴിക്കേ. ഞങ്ങൾ ഈ വീടൊക്കെ ഒന്ന് ഒരുക്കി ഭംഗിയാക്കാം. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. സ്നേഹത്തണലേകാം, ഇവനിൽ നന്മ വളർത്തിടാം, നേരിൻ തിരുനാളം നൽകാം, നേർവഴി കാട്ടിടാം. സ്നേഹത്തണലേകാം, ഇവനിൽ നന്മ വളർത്തിടാം, നേരിൻ തിരുനാളം നൽകാൻ, നേർവഴി കാട്ടിടാം. ഇവനിൽ കൃപ ചൊരിയും ദൈവം, ഇവനിൽ നൽഭാവിയൊരുക്കും, ഇവനൊരു പൊൻതാരം നാളെ ഈ ധരയിൽ. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. ആനന്ദ പൂക്കൾ വിടരും വീടൊരു പൂന്തോട്ടം, എന്നോമൽ കുഞ്ഞിനിതെന്നും സ്നേഹ പൂന്തോട്ടം. ആനന്ദ പൂക്കൾ വിടരും വീടൊരു പൂന്തോട്ടം, എന്നോമൽ കുഞ്ഞിനിതെന്നും സ്നേഹ പൂന്തോട്ടം. പറന്നഴകിൽ വരുമീ കിളിതൻ മധുരത്തേൻ കിനിയും ചുണ്ടിൽ, ഒരു ചക്കരമുത്തം നൽകാം നിറവിൽ. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. ഇന്നു പിറന്നാള്, ഇവൻ ഇന്നു പിറന്നാള്, നമ്മുടെ പുന്നാരക്കുട്ടൻ ഇന്നു പിറന്നാള്. ഒത്തൊരുമിച്ചിടാം, മധുരം പകർന്നു നൽകിടാം, സമ്മാന കൂമ്പാരം കൊണ്ടിവനെ മൂടിയിടാം. നാളെ നമ്മൾ എപ്പോൾ പോകും?
എവിടേക്ക്? എന്റെ വീട്ടിലേക്ക്. നമ്മൾ വന്നതല്ലേ ഉള്ളൂ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോവാം. ഞാൻ വന്നത് ഇവിടെ തിന്നും കുടിച്ചും കൂത്താടാനല്ല. ഭാഷ കുറച്ചുകൂടെ മാന്യമാകാം. എന്താ ഞാൻ പറഞ്ഞതിൽ മാന്യത കുറവ്? ഓ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. ഞാൻ അത് ഓർത്തില്ല. നിങ്ങൾ എന്താ എന്റെ മമ്മി ഫോൺ വിളിച്ചിട്ട് എടുക്കാഞ്ഞത്? എപ്പോഴും നിന്നെയല്ലേ വിളിക്കുന്നത്. ഇന്ന് മാത്രം എന്താ എനിക്കൊരു കോൾ? താല്പര്യം തോന്നിയില്ല. എന്ന് മുതലാ ഈ താല്പര്യക്കുറവ്? മമ്മി അയക്കുന്ന പണം നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന് നിറയുമ്പോൾ ഈ അസ്വസ്ഥതയൊന്നും കാണുന്നില്ലല്ലോ. നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ഇവിടെ അടുത്ത് ഒരു സ്നേഹാലയമുണ്ട്. അവിടുത്തെ അച്ഛൻ മമ്മിയുടെ വലിയ ഫ്രണ്ടാ. മമ്മി ധാരാളം ക്യാഷ് ഡൊണേറ്റ് ചെയ്യുന്നത് കൊണ്ട് മമ്മി പറഞ്ഞാൽ അവിടെ വലിയ പരിഗണന ലഭിക്കും. സ്വന്തം വീട് പോലെ തന്നെ കഴിയുകയും ചെയ്യും. ഇത് ചർച്ച ചെയ്യണോ? ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഇത് മറക്കും. മാത്രവുമല്ല, ഇപ്പോഴും നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ പാതി മനസ്സേ ഉള്ളൂ. നിങ്ങൾ ഇതിനോട് യോജിക്കുമെന്ന് ഉറപ്പ് തന്നാൽ ഞാൻ അവരോട് സ്നേഹത്തോടെ പെരുമാറാം. എന്റെ ആൻസി, നീ എനിക്കൊരു അല്പം സ്വൈര്യന്താ. വന്നു കേറിയപ്പോൾ മുതലുള്ള നിന്റെ പെരുമാറ്റം അപ്പച്ചൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓ പിന്നെ, അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഒരു കാര്യം ചെയ്യും, എന്റെ പപ്പയോടും മമ്മിയോടും വാങ്ങിയ ക്യാഷ് മുഴുവൻ തിരികെ താ. എന്നിട്ട് നിങ്ങൾ ഇവിടെ കിടന്നു, ഞാൻ മോളെയും കൊണ്ട് പോയിക്കൊള്ളാം. എന്താ എന്താ മിണ്ടാത്തെ? എനിക്കറിയാം ഉത്തരം മുട്ടുമെന്ന്. നിങ്ങൾ ഈ വീടും പറമ്പും വിറ്റാലേ എനിക്ക് തരാനുള്ള ക്യാഷ് ആവും. അങ്ങനെ തന്ന് എന്നെ ഒഴിവാക്കിയാൽ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ദരിദ്രൻ പിന്നെ നിങ്ങളാവും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ രാത്രി തന്നെ അവരെ ഇവിടുന്ന് പറഞ്ഞു വിടണോ? അയ്യോ, അത്രയും മനസാക്ഷി കെട്ടവളല്ല ഞാൻ. ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി. മോനെ, അപ്പച്ച, അപ്പച്ചൻ ഇത് എവിടായിരുന്നു? ഞാൻ പള്ളി വരെ ഒന്ന് പോയിരുന്നു കുഞ്ഞേ. വെല്ലിപ്പച്ച, ഇത് എവിടെയായിരുന്നു വെല്ലിപ്പച്ചൻ? ഞാൻ ഈ പുത്തൻ ഉടുപ്പുമിട്ട് ഇവിടെ മുഴുവൻ തിരക്കി. മോളെ, വല്യപ്പച്ചൻ എന്തേലും കഴിക്കട്ടെ? വേണ്ടടാ, അവൾ എന്റെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. നിങ്ങൾ കഴിക്കേ. വെല്ലിപ്പച്ച, എന്താ മോളെ? ഇവിടെ എനിക്ക് ഒരുപാട് ഉടുപ്പുകൾ ഉണ്ടെന്ന്. എവിടാ വെല്ലിപ്പച്ച? അത് ശരി. അപ്പോൾ വെല്ലുമ്മച്ചി ഒന്നും കാട്ടി തന്നില്ലേ? ഇല്ല. ദാ ആ അലമാര നിറയെ മോൾക്കുള്ള ഉടുപ്പുകളാ. മോൾ കുഞ്ഞുവാകയായിരുന്നപ്പോൾ മുതൽ വാങ്ങിയത്. എന്നിട്ട് എന്താ വെല്ലിപ്പച്ച എനിക്ക് തരാഞ്ഞത്? അത് മോളങ്ങ് ദൂരെയല്ലായിരുന്നു, കണ്ണത്താ ദൂരത്ത്. അവിടേക്ക് എങ്ങനെയാ വെല്ലിപ്പച്ചൻ വരിക? അതുകൊണ്ടല്ലേ? അല്ല, വല്യപ്പച്ചനും മോളും കൂടി കഥയും പറഞ്ഞിരിക്കുവാണോ? നേരം എന്തായെന്നാ വിചാരം? പ്രാർത്ഥിച്ചിട്ട് കിടക്കണ്ടേ? ആരാ പ്രാർത്ഥിക്കുക? വെല്ലിപ്പച്ചനോ അതോ വെല്ലുമ്മച്ചിയോ? വല്യപ്പച്ചൻ പ്രാർത്ഥിക്കും. വേണ്ട മേരിക്കുഞ്ഞെ, ഇന്ന് നീ പ്രാർത്ഥിക്ക. ഇവളുടെ ഡാഡി കുഞ്ഞായിരിക്കുമ്പോൾ നീ ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയില്ലേ, അതാ എനിക്കിഷ്ടം. ഹൃദയമെന്നും നിന്നോടു ചേർക്കാൻ, സ്നേഹം നിറയ്ക്കാൻ, ഓമനിക്കാൻ. ഹൃദയമെന്നും നിന്നോടു ചേർക്കാൻ, സ്നേഹം നിറയ്ക്കാൻ, ഓമനിക്കാൻ. നീ വരവായി നിറമഴയായി ജീവനിൽ ജീവനേകാൻ.
ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാ. എല്ലാം സമയത്ത് പറയാന്ന് വെച്ചാൽ നമ്മുടെ കാര്യം നടക്കില്ല. ഞാൻ അമ്മച്ചിയോട് കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു. എന്തോന്നു? പേടിക്കണ്ടെന്നേ. അമ്മച്ചി വന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് പറഞ്ഞാൽ മതി. ദാ അമ്മച്ചി വരുന്നുണ്ട്. മോനെ ബെന്നിച്ച, അവൾ എന്നോട് പറഞ്ഞതൊക്കെ സത്യമാണോടാ? എന്താ അമ്മച്ചി? അല്ല, നിനക്ക് അവിടെ ബിസിനസിന് എന്തോ കുഴപ്പമാണെന്ന് അവള് പറഞ്ഞു. എന്താടാ മോനെ? അത് പിന്നെ അമ്മച്ചി, 2 വർഷമായിട്ട് ബിസിനസ് ആകെ പരാജയത്തിലാ. വലിയ സാമ്പത്തിക ബാധ്യത തലേ വന്നു വീണു. പലരിൽ നിന്നും കടം വാങ്ങിയാണ് അമ്മച്ചി കാര്യങ്ങൾ നടത്തിയത്. ഇപ്പോൾ എല്ലാവർക്കും അവരുടെ ക്യാഷ് തിരിച്ചു കൊടുക്കണം. അത് തിരിച്ചു കൊടുത്ത് ബിസിനസ് മെച്ചപ്പെടുത്തണം അമ്മച്ചി. ഒരു വലിയ തുക തന്നെ അതിന് വേണ്ടി വരും. സത്യത്തിൽ ഇതുകൊണ്ടൊക്കെയാണ് അമ്മച്ചി ഇങ്ങോട്ട് വരാതിരുന്നത്. മോനെ, നീ വിഷമിക്കാതെ. അമ്മച്ചി അപ്പച്ചനോട് പറഞ്ഞ് എന്തെങ്കിലും പരിഹാരം കാണാം. ഞങ്ങൾക്ക് നിന്നേക്കാൾ വലുതല്ലല്ലോടാ ഒന്നും. അമ്മച്ചി, നീ സമാധാനമായിരിക്കെ. എനിക്കിപ്പോഴാ നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ് തോന്നിയത്. നിങ്ങളിൽ ഇത്രയും വലിയൊരു കലാകാരൻ ഒളിച്ചിരുന്നത് ഞാൻ അറിഞ്ഞില്ല. പരിഹസിക്കുകയാണോ? അങ്ങനെ തോന്നിയോ? എങ്കിലത് മനസാക്ഷിക്കുത്തിന്റെ പ്രോബ്ലമാ. അവരോടാണ് കൂറെങ്കിൽ ഞാൻ പറഞ്ഞത് പരിഹാസമായി തോന്നും. എന്നോടാണ് കൂറെങ്കിൽ അഭിനന്ദനമായി. ഇതിപ്പോൾ പരിഹാസമായി തോന്നിയ സ്ഥിതിക്ക് നിങ്ങൾ ഇപ്പോഴും ആ വള്ളത്തിൽ തന്നെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങളെ വേണ്ടാന്ന് വെക്കണമെന്ന് എന്റെ പപ്പയും മമ്മിയും എന്നോട് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ എടുത്ത സമയത്തിന്റെ ഒരംശം പോലും വേണ്ട എനിക്കൊരു തീരുമാനമെടുക്കാൻ. കട്ട് ചെയ്യും ഞാൻ. ആൻസി തന്നെയാ പറഞ്ഞത്, ഒരു സംശയവും വേണ്ട. മോൾ ഇതെവിടെ പോയി? ഡാഡി ഇവിടെ ഒക്കെ നോക്കിയിട്ട് കണ്ടില്ലല്ലോ. ഞാൻ വല്യപ്പച്ചന്റെ കൂടെ പള്ളിയിൽ പോയി. അത് ശരി. എന്നിട്ട് വല്യപ്പച്ചൻ എവിടെ? ദാ വഴിയിൽ നിന്ന് വല്യമ്മച്ചായിട്ട് വർത്തമാനം പറയുന്നു. പിന്നെ ഡാഡി വല്യമ്മച്ച കരയുന്നുണ്ടോ? അതെന്തിനാ വല്യമ്മച്ച കരയുന്നത്? എന്തിനാ കരയുന്നെന്ന്? സങ്കടം വന്നിട്ട്. എന്തിനാ സങ്കടം വന്നത്? മോള് മമ്മിയോട് ചോദിക്കേ. എന്തിനാ മമ്മി വല്യമ്മച്ചക്ക് സങ്കടം വന്നത്? ചെന്ന് തിരക്ക്. ആരോട് തിരക്കേണ്ടത്? ആരോട് തിരക്കേണ്ടതെന്ന്? ദേ നിൽക്കുന്നു, നാക്കില് വെള്ളവും പറ്റി ബൊമ്മയെ പോലും ഒരുത്തൻ. നിന്റെ ഡാഡി, അയാളോട് ചോദിക്ക. ഡാഡി ഇതെന്താ ഡാഡി? ഇതെന്താണെന്ന്? ഡാഡിയുടെ കൈ. എങ്കിൽ ഇത് വിഷ് മമ്മിയുടെ മോന്തയ്ക്ക് കൊടുത്തൂടെ ഡാഡിക്ക്? കൊടുത്തൂടേന്ന്? അതിന് നിങ്ങൾ രണ്ടാമത് ജനിക്കണം. മോനെ ബെന്നിച്ച. എന്താ അപ്പച്ച? എടാ കുഞ്ഞേ, നീ എന്താടാ അപ്പച്ചനോട് ഇതൊക്കെ മറച്ചു വെച്ചത്? ഞങ്ങൾക്ക് നിന്നേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നറിയില്ലേ? അപ്പച്ചൻ ആകെയുള്ളത് ഈ വീടും പറമ്പുമാണ്. അത് വിറ്റാൽ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീരുമെങ്കിൽ നമുക്കത് വിൽക്കാൻ പോനെ. അപ്പച്ച, സാരമില്ല. ഈ ഭൂമിയിൽ സമ്പത്തിനേക്കാൾ വലുതാണ് രക്തബന്ധം. ഞാൻ മരിച്ചാൽ എനിക്ക് നഷ്ടപ്പെടുന്നവ തന്നെയാണ് ഈ വീടും ഈ ഭൂമിയുമെല്ലാം. പക്ഷേ മരിച്ചാലും നീയും ഞാനും തമ്മിലുള്ള ബന്ധം ഒരിക്കലും ഇല്ലാതാകുന്നില്ല മോനെ. അപ്പച്ച, ഇവൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഇവിടെ കിടന്ന് മരിക്കണമെന്ന്. അതെന്റെ മരണം ഇവിടെയാണെന്ന് കരുതിയിട്ടാവാം. ഇനിയിപ്പോ അതിവിടെയല്ലാത്ത സ്ഥിതിക്ക് ആ മോഹം അവളും ഉപേക്ഷിച്ചേക്കും. എന്താടി മേരിക്കുഞ്ഞേ, അമേരിക്കയിൽ കിടന്ന് മരിക്കാൻ നിനക്ക് മടിയുണ്ടോ? ഉണ്ടോന്ന്? വാ കുമാര വാ. ഏതാണ്ട് താൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ കാര്യങ്ങൾ ഒത്തുവന്നു. എന്ത് കാര്യങ്ങൾ? ഞങ്ങൾ രണ്ടാളും
അമേരിക്കയിലേക്ക് പറക്കാൻ പോകുവാണോ? നേരോ? അപ്പോൾ ഇനി തിരിച്ചു വരുന്നത്? അതാണോ ഒരു വിഷമം? ഇനി ഒരു തിരിച്ചുവരവില്ല. തോമാച്ച, മേരിക്കുഞ്ഞെ, എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഈ വീടും പറമ്പും വിൽക്കാൻ പോകുക കുമാരൻ. എന്തിനാണ് ഇത് വിൽക്കുന്നത്? ബെന്നിക്കുഞ്ഞെ, കുഞ്ഞും കൂടെ പറഞ്ഞിട്ടാണോ ഇത്? അവനോടൊന്നും ചോദിക്കണ്ട കുമാര. നമ്മുടെ കുഞ്ഞാപ്പു അവിടെയുണ്ടോ? എനിക്ക് അവനെ ഒന്ന് കാണണം. വാടാ കുമാര, വാ. എടോ കുമാര, ഈ കൂടിക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങളാണ്. കളിച്ചും ചിരിച്ചും വികൃതി കാട്ടിയും നമ്മൾ നടന്നു വളർന്ന ഈ വഴികളിൽ താനിനി തനിച്ചാടോ കുമാര? തനിച്ചാണ്. പിറന്ന നാട്ടിൽ 6 അടി മണ്ണിൽ ഒരുമിച്ചുറങ്ങണമെന്നായിരുന്നു ഏത് മാതാപിതാക്കളെ പോലെയും തോമാച്ചന്റെയും മേരിക്കുഞ്ഞിന്റെയും ആഗ്രഹം. എന്നാൽ പിറന്ന വീട് നഷ്ടപ്പെട്ടതോടെ ആ മോഹം മണ്ണടിയുകയും മക്കളുടെ കൂടെയുള്ള അമേരിക്കൻ ജീവിതത്തെ അവർ മനസ്സിൽ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. അപ്പച്ചാ, അപ്പച്ചാ, ഈ അപ്പച്ചൻ ഇത് എവിടെ പോയി? ആൻസി, ആൻസി. എന്താ രാവിലെ കിടന്നൊരു വിളിച്ചു പോവൻ? ആൻസി, ഞാൻ ഇന്ന് വരെ എന്റെ അപ്പച്ചനോട് നുണ പറഞ്ഞിട്ടില്ല. എന്നെ സ്നേഹിച്ചു തന്നെയാ അദ്ദേഹം വളർത്തിയത്. അതിന് ഞാനിപ്പോൾ എന്തു വേണം? നമുക്ക് ഉള്ള സത്യം തുറന്നു പറഞ്ഞ് മാപ്പ് പറയാം. മാപ്പോ? ഞാൻ എന്തിനു മാപ്പ് പറയണം? എങ്കിൽ ഞാൻ പറഞ്ഞോളാം. അമ്മച്ചി എവിടെ? അമ്മച്ചി, അമ്മച്ചി. നിങ്ങൾക്ക് എന്തോന്നാ? തലയ്ക്ക് വല്ല കുഴപ്പവുമുണ്ടോ? അവര് പോയി മനുഷ്യ. പോയെന്നോ? എങ്ങോട്ട്? അമേരിക്കയിലേക്കായിരിക്കും. അവിടേക്ക് പോകുമെന്നല്ലേ അവർ പറഞ്ഞത്? ആൻസി. എന്തോ നാൻസി? എന്റെ മനുഷ്യ, അവര് പോയി. ഇനി കൊണ്ടാക്കാനുള്ള മാനസിക വിഷമം നിങ്ങൾക്ക് വേണ്ട. ഇല്ല, അവരെന്നെ വിട്ട് എങ്ങും പോവില്ല. പോവില്ലായിരുന്നു. പക്ഷേ സത്യം അറിഞ്ഞപ്പോൾ അവർ പോയി. എന്തു സത്യം? ഓഹ്, ഒന്നും അറിയാത്ത പാവം. നിങ്ങൾ അവരെ അമേരിക്കയിലേക്ക് കൊണ്ടുപോകില്ലെന്നും നിങ്ങൾക്ക് അവിടെ വീടില്ലെന്നും ഞാൻ അവരോട് പറഞ്ഞു. ആൻസി. എന്താ, സത്യമല്ലേ? ഈ വീടും പറമ്പും വിറ്റ് കടം വീട്ടിക്കഴിഞ്ഞാൽ എന്റെ ഔദാര്യത്തിൽ കഴിയുന്ന ഒരു പാവം ഭർത്താവ് മാത്രമായിരിക്കും നിങ്ങൾ. അങ്ങനെയുള്ള മകന്റെ കൂടെ അമേരിക്കയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആത്മാഭിമാനമുള്ള അവർ സ്നേഹാലയത്തിലേക്ക് പോയി. അച്ഛൻ രാവിലെ വിളിച്ചിരുന്നു. അദ്ദേഹം കുറച്ചു കഴിയുമ്പോൾ കാറുമായി വരും. നിങ്ങൾ അവരുടെ ശേഷിച്ച സാധനങ്ങൾ ആ കാറിൽ കയറ്റാൻ സഹായിച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ സുഖങ്ങളും നിലനിൽക്കുകയും എന്റെ ഭർത്താവായി തുടരുകയും ചെയ്യും. ഡാഡി, വെല്ലുമ്മച്ചിയും വെല്ലുപ്പച്ചനും എന്തിയാ ഡാഡി? ഞാനിവിടെ മുഴുവനും നോക്കി. അവർ പുറത്തെവിടെയാ പോയതാ മോളെ? കുറച്ചു കഴിയുമ്പോൾ വരും. മോള് പുറത്തു പോയി കളിച്ചു. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. അച്ചോ, എന്റെ അപ്പച്ചനും അമ്മച്ചിയും അവർ സ്നേഹാലയത്തിൽ സുഖമായി കഴിയുന്നു. സ്വന്തമായി 6 അടി മണ്ണ് പോലും ഇല്ലാത്ത അവർക്ക് സ്നേഹാലയമല്ലാതെ എവിടെയാണ് ആശ്രയം? അങ്ങനെ പറയരുത് അച്ചോ. ഈ വീടും പുരയിടവുമെല്ലാം അവരുടേതാണ്. അവരുടേതായിരുന്നു നിന്റെ പേരിൽ എഴുതിക്കുന്നത് വരെ. ഇപ്പോൾ ഭാര്യാ കുടുംബത്തിന് മുൻപിൽ കടക്കാരനായി തലയും കുനിച്ചു നിൽക്കുന്ന നിനക്ക് ഒരു ചിരട്ട മണ്ണ് പോലും ഇല്ലാതിരിക്കെ ഞാൻ എങ്ങനെ അവരെ നിന്റെ കൂടെ അയക്കും? മാത്രവുമല്ല, നീ അവരെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് അവരുടെ സമ്പത്താണ്. അത് ലഭിച്ച സ്ഥിതിക്ക് ഇനി അവരെ നിനക്ക് മറക്കാം. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ ഭാര്യയുടെ സ്നേഹമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അവൾ പറയുന്നതിനൊപ്പം എല്ലാത്തിനും കൂടെ നിന്നു. പൊട്ടിത്തെറിക്കേണ്ട സന്ദർഭങ്ങളിൽ ഞാൻ എന്നെ വളരെ നിയന്ത്രിച്ചു.
എന്റെ കയ്യിൽ നിന്നുണ്ടാവുന്ന പിഴവ് മൂലം എന്റെ കുഞ്ഞിന് അവളുടെ അമ്മയെ നഷ്ടമാകരുതെന്ന് ആഗ്രഹിച്ചു. ഇതിനുമപ്പുറം ഒരു മോഹവുമില്ല അച്ഛൻ. ഭാര്യയോടുള്ള സ്നേഹം നല്ലത് തന്നെ. പക്ഷേ ഇനി അവൾക്ക് നൽകാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? നിന്റെ സ്നേഹം കൊണ്ട് അവൾ തൃപ്തിയാകാതെ വന്നപ്പോഴാണല്ലോ നീ മാതാപിതാക്കളെ പെരുവഴിയിൽ ഇറക്കി സകലതും അവൾക്ക് നൽകിയത്. ആ സ്ഥിതിയിൽ നീ പറഞ്ഞാൽ അവൾ കേൾക്കാതിരിക്കില്ല. നിന്റെ അപ്പച്ചനും അമ്മച്ചിയും ഇനി ഇവിടെ വരണമെങ്കിൽ അവൾ വിളിക്കണം. നാൻസി, എനിക്ക് നിന്നെയും വേണം, അവരെയും വേണം. അവരെ അഗതി മന്ദിരത്തിലാക്കി ഞാൻ എങ്ങനെ സമാധാനത്തോടെ നിന്റെ കൂടെ കഴിയും? വിവാഹം കഴിഞ്ഞ നാൾ മുതൽ നീ അവരെ ശത്രുക്കളെ പോലെയാണ് കണ്ടത്. ഇപ്പോൾ അവർക്കുള്ളതെല്ലാം നമുക്ക് തന്നു. ഇനിയും എന്തിനാണ് ഈ ശത്രുത? നിനക്ക് അവരെ വിളിച്ചുകൂടെ ആൻസി? നിങ്ങളുടെ പറച്ചില് കേട്ടാൽ എന്നോട് എന്തോ ഔദാര്യം കാട്ടിയതുപോലെ തോന്നി. എനിക്ക് തരാനുള്ള പണമാണ് നിങ്ങൾ നൽകിയത്. അതിന്റെ പേരിൽ ഒരു സഹതാപവും തോന്നേണ്ട കാര്യം എനിക്കില്ല. എങ്കിലും ഒരു സഹായം ഞാൻ ചെയ്യാം. നിങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും എന്റെ പപ്പയുടെയും മമ്മിയുടെയും കൂടെ വീട്ടിൽ നിൽക്കട്ടെ. എന്താ? വേലക്കാരെ പോലെ അല്ലേ? അതു ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ അവർ അവിടെ തന്നെ കിടക്കും. ഒരു കരുണയും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. അവരവിടെ സുഖമായി കിടന്നോളും. പക്ഷെ നീ എവിടെ കിടക്കും? മനസ്സിലായില്ല. നീ എവിടെ കിടക്കുമെന്ന്? ഇതെന്റെ വീടാ. അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് തന്ന വീട്. ഞാനിത് വിൽക്കില്ല. എങ്കിൽ ഈ നിമിഷം എന്റെ ക്യാഷ് മുഴുവൻ തരണം. ഇല്ല. പകരം എന്റെ ബിസിനസ് പൊളിച്ചതിന് ഞാൻ പറയുന്ന നഷ്ടപരിഹാരം നീയും നിന്റെ മമ്മിയും എനിക്ക് നൽകണം. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ബിസിനസ് ഞാൻ പൊളിച്ചെന്നോ? മോളെ ആൻസി, നാടകം അവസാനിപ്പിക്കാം. എന്റെ അക്കൗണ്ടിലേക്ക് നിന്റെ മമ്മി അയച്ചു തരുന്ന ക്യാഷ് മുഴുവൻ എന്റെ ബിസിനസ്സിൽ തിരിമറി നടത്തി നീ ഉണ്ടാക്കിയതാന്ന് എനിക്കറിയാം. അതെന്റെ കയ്യിൽ നിന്നും കടക്കാരന്റെ രൂപത്തിൽ വന്ന് വാങ്ങിക്കുന്നത് നീ പറഞ്ഞയച്ച ആളും അല്ലേ? തിരക്കഥ മാറി മോളെ. ഇനി ഈ കഥയിൽ നായകൻ മാത്രമേ ഉള്ളൂ. അച്ഛോ, മകളൊന്നും അറിഞ്ഞിട്ടില്ല. ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചേക്ക്. ആൻസി, ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കേസിൽ നിന്റെ പപ്പയെയും മമ്മിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇല്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? എടി, ഏതു തട്ടിപ്പിനും ഒരു അവസാനമുണ്ട്. മറ്റുള്ളവരെ കബളിപ്പിച്ച് ഏറെക്കാലം ജീവിക്കാമെന്ന് ഒരുത്തരും മോഹിക്കണ്ട. നീ വീമ്പളക്കാറുള്ള നിന്റെ വീടുണ്ടല്ലോ, ഇത് പോലീസ് ലോക്ക് ചെയ്തു. പിന്നെ USA വീട്, അത് വാടക വീടാണെന്ന് എനിക്കറിയാമായിരുന്നു. ആ വീട് ഞാനും ക്ലോസ് ചെയ്തു. ഇനി USA ഞാൻ ഇവിടെ കഴിയും. എന്റെ ഈ വീട്ടിൽ ഇവിടെ എന്റെ മകളുണ്ടാവും, അപ്പച്ചനുണ്ടാവും, അമ്മച്ചി ഉണ്ടാവും. കുമാരൻ ചേട്ടാ, ദാ വരുന്നു കുഞ്ഞേ. വാതാമച്ച, വാ മേരിക്കുഞ്ഞേ. നീ എന്താ കരുതിയത്? എന്റെ അപ്പച്ചനും അമ്മച്ചിയും സ്നേഹാലയത്തിലായെന്നോ? ഇതാടി സ്നേഹാലയം. എന്റെ അപ്പച്ചനും അമ്മച്ചിയും എനിക്ക് ജീവൻ തന്ന് എന്നെ നെഞ്ചോട് ചേർത്ത് വളർത്തിയ ഈ വീട് തന്നെയാടി ഞങ്ങളുടെ സ്നേഹാലയം. ഇവിടെ പണത്തിനും അപ്പുറം ഒരു ബന്ധത്തിനും വില കൽപ്പിക്കാത്ത നിനക്ക് ഒരു നിമിഷം നിൽക്കാൻ അവകാശമില്ല. സത്യത്തിൽ അച്ഛൻ വന്നത് നിന്നെ കൊണ്ടുപോകാനാണ്. മനസ്സിന് വാർദ്ധക്യം ബാധിച്ച നിനക്ക് പറ്റിയ സ്ഥലമാണ് ആ വൃദ്ധമന്ദിരം. അച്ഛൻ നിന്റെ മമ്മിയുടെ ഫ്രണ്ടായതുകൊണ്ട് വേണ്ടത്ര പരിഗണന നിനക്കവിടെ ലഭിക്കും. ഇറങ്ങിപ്പോടി. നിൽക്കുമോളെ. എടാ, തെറ്റുകൾ പറ്റുന്നത് മനുഷ്യ സഹജമാണ്. അത് തിരുത്തുന്നതും ക്ഷമിക്കുന്നതുമാണ് യഥാർത്ഥ സ്നേഹം. ഈ വീട്ടിൽ നിന്നും ഇവളെ ഇറക്കി വിട്ടാൽ പിന്നെ നമ്മുടെ സ്നേഹത്തിന് എന്താടാ വില? മോളെ, ഈ വീട് നിന്റെയും കൂടിയാണ്. മോളെ, നീ ഒരിക്കലും ഈ വീട്ടിൽ അന്യയല്ല. കാരണം നിന്നെ ഞങ്ങൾ സ്വീകരിച്ചത് ഈ ഹൃദയത്തിലാണ്. അപ്പൂപ്പ, ഈ കുഞ്ഞാമ്മൂനെ ഇടിക്കാൻ വരുവാ.
സ്നേഹം നിറയ്ക്കാൻ ഓമനിക്കാൻ നീ വരവായി നിറമഴയായി ജീവനിൽ ജീവനേകാൻ നീ വരവായി നിറമഴയായി ജീവനിൽ ജീവനേകാൻ പ്രിയമുള്ളവരെ, മേരി മാതാ നാടകസമിതി നെടുവൺകാവ് ആദ്യമായി അവതരിപ്പിച്ച ഈ നാടകം ഈ വേദിയിൽ പൂർണ്ണമാകുന്നു. ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഈ നാടകത്തിൻ്റെ രചനയും സംവിധാനവും നിർവഹിച്ച പ്രിയപ്പെട്ട സിബി പീറ്റർ അത്യാസന്ന നിലയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിൽ കോമ സ്റ്റേജിലാണ്. എല്ലാവരുടെയും പ്രാർത്ഥനകളിൽ പ്രിയപ്പെട്ടവരെ ഓർക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു.